ഹായ് എവരി വൺ, ദിസ് ഈസ് ജി പി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി പിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ രണ്ടാമത്തെ പാഠമാണ് നോക്കുന്നത്. ഈ പാഠത്തിൻ്റെ പേര് ഇസ് ജൽ പ്രളയമേ. ഇസ് ജൽ പ്രളയമേ, ഈ ജലപ്രളയത്തിൽ എന്നാണ് അതിൻ്റെ പേര്. ഫണീശ്വർനാഥ് രേണു എഴുതിയ ഇസ് ജൽ പ്രളയമേ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു അതാദ്യം കാണണം. ഓക്കെ. റിക്ഷ മോഡ്കർ ഹം അപ്സര സിനിമ ഹാൾ സിനിമ शो बंद के बगल से ഗാന്ധി मैदान की ओर चले. അപ്പോൾ റിക്ഷയിലിങ്ങനെ പോയി ഈ ജലപ്രളയം കാണാൻ പോയതാണ്. അവിടെ ഒരുപാട് വെള്ളം കണ്ടപ്പോൾ അത് ശരിയല്ല മുമ്പോട്ട് പോകുന്നതെന്ന് കരുതിക്കൊണ്ട് റിക്ഷക്കാരനോട് പറഞ്ഞു, സൈക്കിൾ റിക്ഷക്കാരനോട് പറഞ്ഞു വണ്ടി തിരിക്കാൻ. അങ്ങനെ റിക്ഷ തിരിച്ചു. റിക്ഷ മോഡ്കർ ഹം അപ്സര സിനിമ ഹാളിൻ്റെ അങ്ങോട്ട് പോയി. സിനിമ ഷോ ഇല്ല. കെ ബഗൽ സേ, അതിൻ്റെ അടുത്ത് കൂടെ ഗാന്ധി मैदान की ओर चले, ഗാന്ധി मैदानത്തോട്ട് പോയി. पैलेस होटल और इंडियन एयरलाइंस दफ्तर के सामने पानी भर रहा था. പാലസ് ഹോട്ടലും ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഓഫീസും, ദഫ്തർ എന്ന് പറഞ്ഞ ഓഫീസ്, അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പാനിക്ക് തേജ് ധാരാ പർ ലാൽ ഹരെ നിയൻ വിജ്ഞാപനോं की परछाइयाँ सैकड़ों रंगीन सांपों की സൃഷ്ടി കർ रही थी. അതായത് ആ വെള്ളത്തിൽ ഈ അഡ്വർടൈസ്മെൻ്റ് വെച്ച കളർഫുള്ളായ ബാനറുകളുടെയും അതിൻ്റെ എല്ലാം പ്രതിഫലനങ്ങളുണ്ട്. അതുപോലെ തന്നെ നൂറുകണക്കിന് നല്ല കളറുള്ള പാമ്പുകൾ ഓടി നടക്കുന്നത് പോലെ ആ വെള്ളത്തിൽ ഈ വേവ്സ് എല്ലാം വന്നെന്ന് ചെറിയ ചെറിയ ഓളങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധി मैदान की റെയിലിംഗ് के സഹാരെ, ഗാന്ധി മൈതാനത്തിൻ്റെ റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പിടിച്ച് നടക്കാനുള്ള കമ്പികൾ. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ ഹസാരോ ലോഗ്, ആയിരക്കണക്കിന് ആൾക്കാർ ഖടേ ദേഖ് രഹേ थे, അവിടെ നിന്നിങ്ങനെ നോക്കുകയാണ്. ദശരാ के दिन राम के रथ की प्रतीक्षा में जितने लोग रहते हैं उससे कम नहीं थे. അപ്പോൾ ദശരയ്ക്ക് രാമലീല എന്ന അവരുടെ പ്രോഗ്രാമാണ്. അതിലെ രാമൻ്റെ രഥത്തിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന എത്രയോളം ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരങ്ങനെ ഒന്ന് കാണാൻ നിൽക്കും. ദശരയ്ക്ക് ഇത് കാണാൻ വരും ഈ പ്രോഗ്രാം. അതിനേക്കാളും കുറവല്ലായിരുന്നു, അത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗാന്ധി मैदान के आनंद उत्सव, सभा सम्मेलन और खेल कूद की सारी स्मृतियों पर धीरे धीरे एक गहरिक आवरण आच्छादित हो रहा था. അതായത് ആ ഗാന്ധി മൈതാനത്തിലെ പല സാധനങ്ങളും ആ ഏരിയയും അതിന് മുകളിലെല്ലാം വെള്ളം കയറി നിറയുകയാണ്. ഹരിയാലി പർ ഷോനെ പാനി ഫിർത്തെ ദേഖ്നെ കാ അനുഭവ് സർവഥ നയാ ഥ. അപ്പോൾ പച്ചപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം നിറയുകയാണ്. ഇസി ബീച്ച് ഏക് അന്ധേഡ് മുസ്റ്റണ്ട് ഓർ ഗവാർ ജോർ സെ, അതായത് ഒരു ബോധമില്ലാത്ത ആരാങ്ങാണ്ട് വളരെ ഉറക്കത്തിൽ വിളിച്ച് പറയാണ്, ഈ ജബ് ദാനാപൂർ ഡൂബ് രഹാ ഥാ, ദാനാപൂർ എന്ന സ്ഥലം വെള്ളത്തിലടിയതായപ്പോൾ തോ പട്നിയ ബാബു ലോഗ് ഉലട്കർ ദേഖ്നെ ഭി നഹി ഗയെ. അപ്പോൾ പലരും അത് കാണാൻ പോലും പോയില്ല, ആരും നോക്കിയില്ല എന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത്. മേനെ അപ്നെ ആചാര്യ കവി മിത്രക്കോ കഹ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിത്രത്തിനോട് പറഞ്ഞു, പെഹചാൻ ലീജിയെ യഹി ഹേ വോ, നോക്കിക്കോ, ഇയാളാണ് വോ ആദ്മി, ആ മനുഷ്യൻ ഇയാളാണ്, ജിൻകി ഖോജ് ഹർ സാഹിത്യ ഗോഷ്ഠിയോമേ ഹോത്തി രഹത്തി ഹെ, സാഹിത്യത്തിൻ്റെ രചനകളിലും ഇയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. ഉസ്കെ വക്തവ്യ
में दानापुर के बदले उत्तर बिहार अथवा कोई भी बाढ़ग्रस्त ग्रामीण क्षेत्र जोड़ दीजिए। शाम के 7:30 बजे बज चुके हैं और आकाशवाणी के पटना केंद्र से स्थानीय समाचार प्रसारित हो रहा था. ഷാം കെ 7:30 എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 7:30 മണിയായി. ആകാശവാണിയുടെ പട്ന കേന്ദ്രത്തിൽ നിന്ന് ലോക്കൽ ന്യൂസ് ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാൻ की दुकानों के सामने खड़े लोग चुपचाप उत्कर्ण होकर सुन रहे थे. അപ്പോൾ പാൻ്റെ ദുക്കാൻ, അതായത് പാൻ വിൽക്കുന്ന ആളുടെ കടയുടെ മുമ്പിൽ ആൾക്കാർ ഈ ഒന്നും മിണ്ടാതെ ഈ വാർത്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ശ്രദ്ധിച്ച്. പാനി ഹമാരെ സ്റ്റുഡിയോക്ക് സീഡിയോ തക് പഹുഞ്ച് ചുക്കാ ഹെ. അതിൽ വാർത്ത വായിക്കുന്ന ആൾ പറയുന്നു, വെള്ളം ഞങ്ങളുടെ സ്റ്റുഡിയോൻ്റെ സ്റ്റെപ്പ് വരെ എത്തിയിരിക്കുന്നു. ഓർ കിസി ബി ക്ഷൺ സ്റ്റുഡിയോ മേ പ്രവേശ് കർ സക്താ ഹെ. ഏത് സമയവും സ്റ്റുഡിയോയ്ക്കുള്ളിൽ വെള്ളം കയറും. സമാചാർ ദിൽ ദഹലാനെ വാലാ ഥ. ഒരുപാട് മനസ്സിന് കഷ്ടം തോന്നുന്നതായിരുന്നു ന്യൂസായിരുന്നു അത്. കലേജ ധടക്കുഠ. അപ്പോൾ വിഷമം തോന്നി, പേടി തോന്നി. മിത്ര കെ ചെഹരെ പർ ഭി ആതങ്ക് കി കൈ രേഖായേ ഉഭരി. എൻ്റെ കൂടെയുള്ള സ്നേഹിതൻ്റെ മുഖത്തും ഈ പേടിയുടെ കുറേ ലൈൻസ് വന്നു. കിന്തു ഹം തുരന്ത് ഹി സഹജ് ഹോ ഗേ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ നോർമലായി. യാനി ചെഹരെ പർ ചേഷ്ട കർക്കെ സഹജ്ദ ലേ ആയെ. അതായത് മുഖത്ത് ആ പേടി കാണിക്കാതെ നോർമലായ പോലെ അഭിനയിച്ചു. ക്യോങ്കി ഹമാരെ ചാരോ ഓർ കहीं കോയി പരേശാൻ നസർ നഹി ആ രഹാ ഥാ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചുറ്റുമുള്ളതിൽ ആരെയും ഒരു ബുദ്ധിമുട്ടും, അതായത് ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത പോലെ ബിഹേവ് ചെയ്തു. പാനി ദേക്കർ ലോട്ടെ ഹുയെ ലോഗ് ആം ദിനോ കി തറ ഹസ് ബോൾ രഹേ ഥേ. അപ്പോൾ വെള്ളം കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരെല്ലാം ഒരു സാധാരണ ദിവസത്തിൽ നടക്കുന്നത് പോലെ ഹസ് ബോൾ രഹേ ഥേ. അതായത് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ബൽക്കി പക്ഷേ ആജ് തനിക് അധിക് ഹി ഉത്സാഹിത് ഥേ. ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ഉത്സാഹിതരായി അവരെ കാണപ്പെട്ടു. ഹാ ദുക്കാനമേ തോടി ഹടിപിടി ഥി. ദുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പുകളിൽ കുറച്ച് ഹടുപടി എന്ന് പറഞ്ഞാൽ തിരക്ക് കാണിക്കുന്നുണ്ട് ആൾക്കാർ. നീച്ചേക്ക് സാമാൻ ഊപ്പർ രഖേ ജാ രഹേ ഥേ. താഴെയുള്ള സാധനങ്ങളെല്ലാം മുകളിലിട്ട് എടുത്തു വയ്ക്കുകയാണ്. മുകളിലോട്ട് എടുത്തു വയ്ക്കുന്നത് എന്താ വെച്ചാൽ താഴെയുള്ള സാധനങ്ങളിൽ വെള്ളം കയറിയിട്ട് അത് നശിക്കാതിരിക്കാൻ വേണ്ടി. റിക്ഷ, ടംടം, ട്രക്ക് ഓർ ടെമ്പോ പർ സാമാൻ ലാതെ ജാ രഹേ. അപ്പോൾ ഇങ്ങനെ പല വാഹനങ്ങളിലും ഉന്തുവണ്ടികളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ഖരീദ് ബിക്രി ബന്ദ് ഹോ ചുക്കേ ഹെ. അതായത് വിക്കലും വാങ്ങലൊക്കെ നിന്നു. പാൻ വാലയ്ക്ക് ബിക്രി അച്ചാനക് ബഡ് ഗയി ഥി. പാൻ, അതായത് മുറുക്കാൻ കടക്കാരൻ്റെ കച്ചവടം, ബിക്രി എന്ന് പറഞ്ഞാൽ കച്ചവടം, പെട്ടെന്ന് തന്നെ ഒരുപാട് കൂടി. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ അത് കാണാൻ വന്നു. അവരെല്ലാവരും മുറുക്കാൻ വാങ്ങിച്ച് കഴിക്കുന്നു. ആസന്ന സംകട്ട് സേ കോയി പ്രാണി ആതങ്കിത് നഹി ദിഖ് രഹാ ഥാ. ആർക്കും ഒരു പ്രശ്നവും ഉള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നില്ല. പാൻ വാലയ്ക്ക് ആദംകത് ആയിനെ മേ ഉത്തനെ ലോഗോं के बीच हमारी ही सूरतें मुहर में नज़र आ रही थी. मुझे लगा अब हम यहाँ थोड़ी देर भी ठहरे तो वहाँ खड़े लोग किसी भी क्षण ठठाकर हम पर हंस सकते हैं. നമ്മളാണ് കുറച്ചും കൂടി സീരിയസ് ആയി നിൽക്കുന്നത്. അവിടെയുള്ളവരെല്ലാവരും വളരെ ജോളിയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ കുറച്ചും കൂടി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കുമെന്ന് തോന്നി. ജറാ ഇൻ ബുജ്ദിലോ കാ ഹുലിയ ദേഖോ ക്യോंकि वहाँ ऐसे ही बातें चारों ओर उछाली जा रही थी. ഈ ധൈര്യമില്ലാത്തവരുടെ മുഖം നോക്കൂ. അങ്ങനെയൊക്കെയാണ് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏക് ബാർ ഡൂബ് ഹി ജായേഗ. അപ്പോൾ ചിലർ പറയുന്നു
എന്തായാലും ഒരിക്കൽ എന്തായാലും മുങ്ങും. ധനുഷ്കോടി की तरह ധനുഷ്കോടിയെ പോലെ പട്ന ലാപത്ത ന ഹോ ജായേ കहीं. ധനുഷ്കോടി വെള്ളത്തിനടിയിലായ പോലെ പട്ടണയും വെള്ളത്തിനടിയിലായി പോകരുത്. സബ് പാപ് ധുൽ ജായേഗ. അങ്ങനെ അടിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗംഗാജലം മൊത്തം ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാപവും പട്ടണയുടെ പാപം മൊത്തം കഴുകി പോകും. ചലോ ഗോൽ കർക്കെ മൂടേ പർ താഷ് കി ഗഡ്ഡി ലാക്കർ ബാഠ് ജായേ. ഗോൽഘറിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നമുക്ക് ചീട്ട് കളിക്കാം. ബ്രിജ്കോമാൻ ബിൽഡിംഗ് കി ഛത് പർ ക്യോ നഹി. ബ്രിജ്കോമാൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി എന്തുകൊണ്ട് കളിച്ചുകൂടാ ചീട്ട്. ഭായി യഹി മാക്കൂൽ മോക്ക ഹെ. ഇത് വളരെ നല്ല അവസരമാണ്. മോക്ക എന്ന് പറഞ്ഞ അവസരം. ഇൻകം ടാക്സ് വാലോ കോ ഏൻ ऐसी मौक़ों पर काले बाजारियों के घर पर ഛാപ്പ മാറണ ചെയ്യേ. ഇൻകം ടാക്സുകാർക്ക് ഈ സമയത്താണ് ഈ ബ്ലാക്ക് മണി വെച്ചിരിക്കുന്ന അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തേണ്ടത്. ആസാമി ബാ മാൽ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവർക്ക് പിടിച്ചെടുക്കാൻ കിട്ടിയേനെ. രാജേന്ദ്ര നഗർ ചോരായപ്പർ. രാജേന്ദ്ര നഗർ 4 ജംഗ്ഷനിൽ मैगज़ीन कॉर्नर की आखिरी सीढ़ियों पर പത്ര പത്രികയെ പൂർവ്വത ബിച്ചി ഹുയി ഹെ. അപ്പോൾ മാഗസിൻ കോർണറിൽ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പുകളിൽ ഈ ന്യൂസ് പേപ്പറുകളെല്ലാം പണ്ടത്തെ പോലെ തന്നെ മുമ്പുള്ള പോലെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. സോച്ച ഏക് സപ്താഹ് കി ഖുറാക്ക് ഏക് ഹി സാത്ത് ലേലോ. തോന്നി ഒരാഴ്ച വായിക്കാനുള്ള ഖുറാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മെഡിസിനാണ്. ഇവിടെ ആ പേപ്പറുകൾ അല്ലെങ്കിൽ ആ മാസികകൾ വാങ്ങിക്കാം എന്നെനിക്ക് തോന്നി. ക്യാ ലേലോ. എന്തൊക്കെ വാങ്ങിക്കാം? ഹെഡ്ലി ചേസ് യാ ഏക് ഹി സപ്താഹ് മേ ഫ്രഞ്ച് ജർമ്മൻ സിഖാ ദേനെ വാലി കിതാബേ. ഫ്രഞ്ചും ജർമ്മനൊക്കെ പഠിപ്പിക്കാവുന്ന 7 ദിവസം, അതായത് ഒരാഴ്ച കൊണ്ട് ഫ്രഞ്ചും ജർമ്മനൊക്കെ പഠിപ്പിക്കാവുന്ന ബുക്കുകൾ വാങ്ങിച്ചാലോ? योग സിഖാനെ വാലി കോയി സച്ചിത്ര കിതാബ്. യോഗ പഠിപ്പിക്കാനുള്ള കുറേ ചിത്രങ്ങളുള്ള ബുക്കായാലോ? മുझे इस तरह किताबों को उलटते पलटते देखकर दुकान का नौजवान मालिक കൃഷ്ണ പതാ നഹി ക്യോ മുസ്കുരാനെ ലഗ. ഞാനിങ്ങനെ ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ ആ ഷോപ്പ് കീപ്പറായ യുവാവായ ആ ഓണർ നോക്കി ചിരിച്ചു. മുസ്കുരാനെ ലഗ എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ തുടങ്ങി. കിതാബോं को छोड़ कई हिंदी बंगला और अंग्रेजी സിനി മാഗസിൻസ് വാങ്ങിച്ചാലോ? അല്ലെങ്കിൽ ഹിന്ദിയിലെയും ബംഗാളിയുടെയൊക്കെ ലേക്കർ ലൗഠ അതൊക്കെ വാങ്ങിച്ചാണ് ഞാൻ അവിടുന്ന് വന്നത്. മിത്ര സേ വിദാ ഹോത്തെ ഹുയെ കഹാ. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് യാത്ര പറഞ്ഞു പതാ നഹി അറിയില്ല കലാം കിത്തനെ പാനി മേരെ. നമുക്ക് നാളെ നമ്മൾ എത്രത്തോളം വെള്ളത്തിലായിരിക്കുമെന്ന് നമുക്കറിയില്ല. ബഹർഹാൽ ജോ കം പാനി മേ രഹേഗ. ആരാണോ കുറച്ച് വെള്ളത്തിലുള്ളത്, 2 പേരും വെള്ളത്തിലാവുന്ന എല്ലാവരും വെള്ളത്തിലാവുന്ന ഉറപ്പാണ്. അപ്പോൾ ആരാണോ കുറവ് വെള്ളത്തിലുള്ളത് ആ ആൾ വഹ് ജാദാ പാനി മേ ഫസേ മിത്രക്കോ സുധി ലേഗ. അപ്പോൾ കൂടുതൽ വെള്ളത്തിലുള്ള ആളെ കുറവിൽ വെള്ളത്തിലുള്ള ആൾ വന്ന് സഹായിക്കുക. फ्लैट में पहुंचा ही था. फ्लैറ്റിലെത്തി. कि जनसंपर्क की गाड़ी भी लाउड स्पीकर से घोषणा करती हुए राजेंद्र नगर पहुंच चुकी थी. ജനസമ്പർക്കത്തിൻ്റെ ഗാഡി എന്ന് പറഞ്ഞ വാഹനം ലൗഡ് സ്പീക്കറിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് രാജേന്ദ്ര നഗറിലെത്തി. അവരുടെ ഫ്ലാറ്റ് നിൽക്കുന്ന സ്ഥലത്തെത്തി. हमारे गोलंबर के पास कोई भी आवाज़ चारों बड़े ब्लॉकों की इमारतों से टकराकर मडराती हुई 4 बार പ്രതിധ്വനി होती है. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. അപ്പോൾ ആ കെട്ടിടങ്ങൾക്കുള്ളിൽ എന്ത് സൗണ്ടാണെങ്കിലും അത് 4 പ്രാവശ്യം
ഇങ്ങനെ എക്കോ ഉണ്ടാവും. പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ എക്കോ ഉണ്ടാവുക. അങ്ങനെ എക്കോ ഉണ്ടാവാറുണ്ട്. സിനിമ അഥവാ ലോട്ടറിക്ക് പ്രചാർ ഗാഡി യഹാ പहुँचते ही സിനിമയുടെയോ ലോട്ടറി വിൽക്കുന്ന വാഹനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭായിയോ പുകാർ കർ ഏക് ക്ഷൺ കെ ലിയെ ചുപ്പ് ഹോ ജാത്തി ഹെ. ഭായിയോ സഹോദരങ്ങളെ എന്ന് വിളിച്ചിട്ട് കുറച്ച് നേരത്തിന് അവർ മിണ്ടാതെ നിൽക്കും. പുകാർ മുണ്ടരാത്തി ഹുയി പ്രതിധ്വനി ഹോത്തി ഹെ. അപ്പോൾ അങ്ങനെ ആ ഭായിയോ എന്ന് വിളിച്ചത് അതിങ്ങനെ എക്കോ ഉണ്ടായിട്ട് ഭായിയോ 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 പല പ്രാവശ്യം അങ്ങനെ എക്കോ ഉണ്ടാവും. അപ്പോൾ एक अलमस्त जवान रिक्शा चालक है जो अक्सर रात के सन्नाटे में सवारी पहुंचाकर लौटते समय इस गोलंबर के पास आलाप उठता है. അപ്പോൾ ഒരു റിക്ഷ ഓടിക്കുന്ന ആൾ ഏകദേശം എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നിട്ട് പാട്ട് പാടും. സുൻ മേരെ ബന്ധു റേ ഏ സുൻ മേരെ മിത്വാ എന്ന് പറഞ്ഞുള്ള പാട്ട് പാടും എന്ന് പറയുന്നത്. ഗോലംബർ കെ പാസ് ജൻസമ്പർക്ക് കി ഗാഡി से ऐलान किया जाने लगा. അപ്പോൾ ആ ജൻസമ്പർക്ക് വണ്ടി വന്ന് എന്തോ പറയാൻ തുടങ്ങി, അനൗൺസ് ചെയ്യാൻ തുടങ്ങി. ഭായിയോ സഹോദരങ്ങളെ, ഭായിയോ ऐसी संभावना है തോന്നുന്നത്, വിചാരിക്കുന്നു, കി ബാഡ് കി പാനി ഈ പ്രളയത്തിൻ്റെ വെള്ളം രാത്രിക്ക് കരീബ് 12 ബജെ തക് ലോഹാനിപൂർ രാത്രി 12 മണിയാകുമ്പോഴേക്കും ലോഹാനിപൂറും കക്കഡ്ബാഗും ഓർ രാജേന്ദ്ര നഗർമേ ഘുസ് ജായേ. അപ്പോൾ ചിലപ്പോൾ 12 മണിയാകുമ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം, നമ്മുടെ ഈ സ്ഥലത്തെല്ലാം ചിലപ്പോൾ വെള്ളം കയറിയെന്ന് വരാം. അതഹ ആപ് ലോഗ് സാവധാൻ ഹോ ജായേ. നിങ്ങൾ അലേർട്ടായിരിക്കണം, ഉറങ്ങരുതെന്നൊക്കെയാണ് പറയുന്നത്. പ്രതിധ്വനി സാവധാൻ ഹോ ജായേ. അപ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവുന്നു, എക്കോ ഉണ്ടാവുന്നു. സാവധാൻ ഹോ ജായേ, സാവധാൻ ഹോ ജായേ. മേനെ സ്വാമിനി സെ പൂച്ച. വൈഫിനോട് ചോദിച്ചു, ഗ്യാസ് കാ ക്യാ ഹാൽ ഹെ. ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ LPG ഗ്യാസിൻ്റെ എന്താണ് വിശേഷം? ബസ് ഉസി കാ ഡർ ഹെ. അപ്പോൾ പറയാണ്, അതിൻ്റെയാണ് എനിക്ക് പേടി. അബ് ഖത്തം ഹോനെ വാല ഹെ. കഴിയാറായിരിക്കുന്നു. അസൽ മേ സിലിണ്ടർ മേ मीटर ऊटर की तरह कोई चीज़ नहीं होने से कुछ पता नहीं चलता. അപ്പോൾ ഈ സിലിണ്ടറിൽ മീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രയുണ്ട് കഴിയാറായെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ലേക്കിൻ അന്താജ് ഹേക്കി തോന്നുന്നത് ഏക് യാ ദോ ദിൻ, ഒരു ദിവസമോ 2 ദിവസമോ ഗ്യാസ് ഉണ്ടാവും, അതിനുള്ള ഗ്യാസ് അതിലുള്ളൂ എന്നാണ് തോന്നുന്നത്. കൊയല ഹെ, അതായത് കൽക്കരിയുണ്ട്, അതുപോലെ തന്നെ സ്റ്റൗ ഉണ്ട്. മഗർ കെറസിൻ ഏക് ഹി ബോട്ടൽ. അപ്പോൾ കെറസിൻ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണെണ്ണ ഒരു ബോട്ടിലേ ഉള്ളൂ. ഫിലാൽ ബഹുത് ഹെ. അപ്പോൾ പറയണം, ഓക്കെ ഫിലാൽ ബഹുത് ഹെ, ഒരുപാട് കുഴപ്പമില്ല, ഉണ്ടല്ലോ അത്യാവശ്യത്തിന്. ബാഡ് കാ ഭി യഹി ഹാൽ ഹെ. ബാഡ് അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കവും ഫ്ലഡും ഇതേപോലെ തന്നെയാണ്. മീറ്റർ ऊटर की तरह कोई चीज़ नहीं होने से पता नहीं चलता कि कब आ धमके. मैंने कहा. അപ്പോൾ ലേഖകൻ പറയാണ്, ഈ ഫ്ലഡും അങ്ങനെ തന്നെയാണ്, ജലപ്രളയവും അങ്ങനെ തന്നെയാണ്, മീറ്ററൊന്നും അതിലില്ല, നമുക്കറിയാൻ പറ്റില്ല എപ്പോഴാണ് വരിക എന്നുള്ളത്. സാരേ രാജേന്ദ്ര നഗർ മേ സാവധാൻ സാവധാൻ ധ്വനി കുച്ച് ദേർ ഗുജ്തി രഹി. മൊത്തം രാജേന്ദ്ര നഗറിൽ സാവധാൻ എന്ന അലേർട്ടായിരിക്കണമെന്നുള്ള ആ എക്കോ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ബ്ലോക്ക് കെ നീച്ചെ की दुकानों से सामान हटाए जाने लगे. അപ്പോൾ അവിടെ ആ ബ്ലോക്കിൻ്റെ താഴെയുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ തുടങ്ങി. मेरे फ्लैट के नीचे के दुकानदार ने पता नहीं क्यों इतना कागज़ इकट्ठा कर रखा था. एक अलाव लगाकर सुलगा दिया. हमारा कमरा धुएं से भर गया. അപ്പോൾ ഞങ്ങളുടെ താഴെയുള്ള ഫ്ലാറ്റിന് താഴെയുള്ള ഷോപ്പ് കീപ്പർ കുറേ പേപ്പറുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് അയാൾ തീയിട്ടപ്പോൾ എൻ്റെ റൂം മൊത്തം ധുവസെ ഭറുക. ധുവ എന്ന് പറഞ്ഞാൽ പുക വന്ന് നിറഞ്ഞു. സാരാ ഷെഹർ ജഗാ ഹുവാ ഹെ. ഫുൾ എല്ലാ സിറ്റിയിലെല്ലാവരും ഉണർന്നിരിക്കുകയാണ്.
पश्चिम की ओर कान लगाकर सुनने की चेष्टा करता है. പശ്ചിം പടിഞ്ഞാറോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ പീർ മുഹാനി യാ സാലിംപുര അഹ്റ अथवा जनक किशोर नवल किशोर रोड की ഓർ സെ കുച്ച് ഹൽചൽ കി ആവാസ് ആ രഹി ഹൈ. ഇതെല്ലാം സ്ഥലങ്ങളാണ്. ആ സ്ഥലത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നു. ലഗ്താ ഹൈ 1-1.5 ബജെ രാത് തക് പാനി രാജേന്ദ്ര നഗർ പहुंचेगा. അവിടുന്ന് വെള്ളം വരുന്നതിൻ്റെ പോലെയുള്ള സൗണ്ട് കേൾക്കുന്നു. ചിലപ്പോൾ ഒരു 1-1.5 ബജെ തക് 1-1:30 മണിയാകുമ്പോഴേക്കും രാത്രി ചിലപ്പോൾ ആ സമയമാകുമ്പോഴേക്കും രാജേന്ദ്ര നഗറിലും വെള്ളം വന്ന് നിറയാൻ ചാൻസ് ഉണ്ട്. സോനെക്ക് കോശിഷ് കർത്താവും ഉറങ്ങാൻ നോക്കാം. ലേക്കിൻ നീന്ത് ആയേഗി ഭി, പക്ഷേ ഉറക്കം വരില്ല. നഹി കാം പോസ് കി ടിക്കിയ അഭി നഹി കുച്ച് ലിഖോ. കിന്തു ക്യാ ലിഖോ, എന്തെങ്കിലും എഴുതിയാലോ. പക്ഷേ എന്തെഴുതും? കവിത എഴുതിയാലോ. ശീർഷക് ബാഡ്, അതായത് അതിൻ്റെ ഹെഡിങ് കൊടുക്കാം ജലപ്രളയം അല്ലെങ്കിൽ പ്രളയമെന്ന്. ആകുൽ പ്രതീക്ഷ എന്ന് കൊടുത്താലോ എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ ലേഖകൻ. നീന്ത് നഹി സ്മൃതിയാ ആനെ ലഗി. അപ്പോൾ ഏക്കർ ഉറക്കം വരുന്നില്ല, പക്ഷേ ഓർമ്മകൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ചലച്ചിത്രക്കെ ബത്തർബീദ് ദൃശ്യോക്കി തറ, ചലച്ചിത്രത്തിൻ്റെ ഒന്ന് കഴിഞ്ഞൊന്ന് വരുന്ന ദൃശ്യങ്ങളെ പോലെ എൻ്റെ മനസ്സിലോട്ട്, ലേഖകൻ്റെ മനസ്സിലോട്ട് ഓരോ ചിത്രങ്ങൾ കടന്നു വരുന്നു. 1947 മനിഹാരി. അപ്പോൾ കട്ടിഹാർ ജില്ല, ഇപ്പോൾ കട്ടിഹാർ ജില്ല, ബീഹാറിലെ കട്ടിഹാർ ജില്ല പണ്ട് പൂർണിയ ജില്ലയിലായിരുന്നു. മനിഹാരി. ഗുരുജി സ്വർഗീയ സത്യനാഥ് ഭാദുരി, അപ്പോൾ മരിച്ചുപോയ സത്യനാഥ് ഭാദുരി എന്ന ഗുരുജി के साथ गंगा मैया की बाढ़ से पीड़ित क्षेत्र में हम नाव पर जा रहे हैं. അപ്പോൾ പണ്ട് 1947 ഈ ഗുരുജീൻ്റെ കൂടെ ഗംഗയുടെ തീരത്തുള്ള ആൾക്കാർ ജലപ്രളയം വന്നപ്പോൾ അവരുടെ അടുത്തോട്ട് ഈ നാവ് എന്ന് പറഞ്ഞാൽ ചെറിയ വഞ്ചിയിൽ പോവുകയാണ്. ചാരോ ഓർ പാനി, ചുറ്റും വെള്ളവും മാത്രമേ ഉള്ളൂ. ദൂർ ഏക് ദ്വീപ് ജൈസ ബാലൂച്ചർ ദിഖായി പട. ബാലൂച്ചർ എന്ന സ്ഥലം ദൂരെ ഒരു ദ്വീപ് പോലെ കാണപ്പെട്ടു. ഹംനെ കഹാ, ഞങ്ങൾ പറഞ്ഞു. വഹാ ചൽക്കർ ജറാ ചഹൽ കദമി കർക്കെ ടാങ്കെ സീതി കർലേ. അപ്പോൾ ഈ വഞ്ചിയിലിരുന്ന് കാലൊക്കെ മടക്കി വെച്ച് കുറേ നേരമായിരിക്കുന്നു. അവിടെ ചെന്നിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാലൊക്കെ ഒന്ന് നിവർത്താമെന്ന് പറഞ്ഞു. ഭാദുഡിജീനെ കഹ. അപ്പോൾ ഈ ഗുരുജി ഭാദുഡിജി പറയാണ്, കിന്തു സാവധാൻ, പക്ഷേ നിങ്ങൾക്ക് അലേർട്ടായിരിക്കണം. ऐसी जगहों पर कदम रखने से पहले ये मत भूलना कि तुमसे पहले वहाँ हर तरह के प्राणी शरणार्थी के रूप में मौजूद मिलेंगे. നിങ്ങളെക്കാളും മുമ്പ് അവിടെ എല്ലാ തരത്തിലുള്ള ജന്തുക്കളും ഇഴജന്തുക്കളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും, ശരണം പ്രാപിച്ചിട്ടുണ്ടാവും ആ വെള്ളമില്ലാത്ത ആ സ്ഥലത്ത്. എന്താന്ന് പറഞ്ഞാൽ അതൊരു ദ്വീപ് പോലെ കാണപ്പെടുന്നു, ബാക്കി ചുറ്റും വെള്ളമാണ്. അപ്പോൾ അവിടെ കാല് വയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. മേ സച്മുച്ച് और सचमुच चीटी से लेकर सांप बिच्छू और ലോംഡി സിയാർ, അതായത് ഉറുമ്പും നമ്മുടെ തേളും സ്നേക്കും അതുപോലെ തന്നെ വലിയ മൃഗങ്ങളും എല്ലാം ഉണ്ടാവും അവിടെ. യഹാ പന ലേ രഹേ थे. बहादुर जी की हिदायत थी हर नाव पर पकाई घाव എന്ന് പറഞ്ഞാൽ പാനി में पैर की उंगलियां सड़ जाती हैं, തൽവേ में भी घाव हो जाता है. അതായത് കുറേ നേരം വെള്ളത്തിൽ നിന്ന് കഴിയുമ്പോൾ കാലിലെല്ലാം വ്രണങ്ങൾ പോലെ വരും. അതാണ് പക്കായി ഘാവ്. കീ ദവ, അതിനുള്ള മരുന്നുണ്ടാവണം. ദിയാസലായ് എന്ന് പറഞ്ഞാൽ ഈ മാച്ചസ്, നമ്മുടെ തീപ്പെട്ടി കൊള്ളി. കീ ഡബ്ബി, അതിൻ്റെ പെട്ടി ഉണ്ടായിരിക്കണം. കെറസിൻ തേൽ രഹനാ ചാഹിയെ, നമ്മുടെ മണ്ണെണ്ണ ഉണ്ടായിരിക്കണം. സച്മുച്ച് ഹം ജഹാ ജാത്തെ खाने पीने की चीज़ों से पहले पकाई घाव की दवा और दिया सलाई की मांग होती. അപ്പം നമ്മൾ എവിടെ പോയാലും ആൾക്കാർ
ഫ്ലഡിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ഭക്ഷണമൊന്നുമല്ല ചോദിക്കുന്നത്. അവരാദ്യം ചോദിക്കുന്നത് പക്കായി ഗാവ്ക്ക് ദവ, അതായത് കുറേ നേരം വെള്ളത്തിൽ നിന്നിട്ട് വ്രണങ്ങളായ അതിൽ തേക്കാനുള്ള മരുന്നാണ് അവർ ചോദിക്കുന്നത്. ദിയാസലായി മാച്ചസ് എന്തെങ്കിലും കത്തിച്ച് ചൂടാവാനുള്ള അതായിരിക്കും, അതിനു വേണ്ടി ആയിരിക്കാം മാച്ചസ്, നമ്മുടെ തീപ്പെട്ടികളാണ്, തീപ്പെട്ടിക്കൊള്ളിയും അവർ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് രണ്ടാമത്തെ പാർട്ട്. നമുക്ക് അടുത്ത പാർട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്